106 സങ്കീർത്തനമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നാം തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനം നമ്മൾ ആദ്യം മുതൽ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു പോയ അല്ലെങ്കിൽ അവരുടെ ഒരു നേച്ചർ, അവരുടെ ഒരു സ്വഭാവത്തെ സങ്കീർത്തനക്കാരൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ എപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന, ദൈവിക നന്മകൾ അനുഭവിച്ച, ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ച, ദൈവത്തിൻ്റെ അത്ഭുത വഴികൾ കണ്ട ഒരു കൂട്ടമാണ്, ഒരു രാഷ്ട്രമാണ്, ഒരു ജനതയാണ്, ഒരു ജാതിയാണ്. എന്നാൽ അവർ പലപ്പോഴും ഒരിക്കലല്ല, ഒന്നിലധികം തവണ, വേണമെങ്കിൽ 100 കണക്കിന് പ്രാവശ്യം അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തെറ്റിപ്പോകുകയും കൽപ്പനകളെ മറുത്തു നിൽക്കുകയും മത്സരിക്കുന്ന ഒരു ജനതയെന്ന് ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ഇച്ചിരി പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ ഞാൻ സെക്കൻഡ് പാർട്ടാണ്, ഒരു 2ാം ഭാഗം എന്ന പോലെ 24 വാക്യം മുതലാണ് വായിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. ആദ്യ ഭാഗം നമ്മൾ മുൻപൊരിക്കൽ ചിന്തിച്ചതാണ്. 24 വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവർ മനോഹര ദേശത്തെ നിരസിച്ചു, അവൻ്റെ വചനത്തെ വിശ്വസിച്ചതുമില്ല. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു, യഹോവയുടെ വചനം കേൾക്കാതെയിരുന്നു. നോക്കിയേ, കർത്താവിൻ്റെ വചനം നിരന്തരമായി അവരുടെ അടുക്കൽ എത്തിയ വചനം അല്ലേ? പ്രൈസ് ദി ലോർഡ്. എപ്പോഴും കർത്താവിൻ്റെ വചനം അവർക്ക് സമീപമായിരുന്നു, അവരോടൊപ്പം ഉണ്ടായിരുന്നു. കർത്താവ് അവരോട് സംസാരിക്കുവാനായിട്ട് പല മാധ്യമങ്ങളെ തിരഞ്ഞെടുത്തതായി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ പ്രത്യേകാൽ പറഞ്ഞിരിക്കുന്ന ആ സംഭവം, വിവരിച്ചിരിക്കുന്നതായ സംഭവം മുഴുവനും നാം എടുത്തു നോക്കിയാൽ മോശയുടെ കാലം മുതൽ കർത്താവ് തിരഞ്ഞെടുത്തവരുടെ അടുക്കലേക്ക് മോശയെ കർത്താവ് അയച്ചു. എന്നിട്ട് കർത്താവിൻ്റെ ശബ്ദം, ദൈവവചനം മോശ മുഖാന്തിരം അവരെ കേൾപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മോശയ്ക്ക് ശേഷം നമ്മൾ പിന്നീടും ഇസ്രായേൽ ചരിത്രം പഠിക്കുമ്പോൾ അനേക പ്രവാചകന്മാരെ കർത്താവ് അയച്ച ദൈവശബ്ദം, ദൈവത്തിൻ്റെ വചനം അവരെ കേൾപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നിരന്തരമായി അല്ലെങ്കിൽ വചനം അവർക്ക് എപ്പോഴും ലഭ്യമായിരുന്നു. ദൈവവചനം കേൾക്കുവാൻ, ദൈവഹിതം അറിയുവാൻ, ദൈവം പറയുന്നത് എന്താണ്, ആലോചന കേൾക്കുവാൻ, ആലോചന പ്രാപിക്കുവാനുള്ള അവസരം അവർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്കും വചനം ദുർലഭമായ ഒരു കാലഘട്ടം ഉണ്ടെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ജനനത്തിന് മുൻപത്തെ ഒരു 400 വർഷം പ്രവാചകന്മാരുടെ ശുശ്രൂഷ അന്യം നിന്നുപോയ ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാരുടെ ശുശ്രൂഷ, ദൈവത്തിൻ്റെ ശബ്ദം ഭൂമിയിലേക്ക്, ദൈവജനത്തിൻ്റെ അടുക്കലേക്ക് വരുന്നത് അന്യം നിന്നുപോയ ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. നമുക്ക് വായിക്കുവാൻ, നമുക്ക് അത് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഈ പറയുന്ന ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നാം എടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വചനം ദൗർലഭ്യമല്ല, സുലഭമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എല്ലാറ്റിനും എല്ലാ സമയത്തും ദൈവം തൻ്റെ ആലോചന, തൻ്റെ ശബ്ദം, തൻ്റെ വചനം, തൻ്റെ ശുശ്രൂഷകന്മാർ മുഖാന്തിരം ഈ തൻ്റെ ജനത്തെ അറിയിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ അവരെക്കുറിച്ച് പറയുന്നത്, അവർ ആ വചനത്തെ നിരസിക്കുകയും കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്കാതിരിക്കുകയും അവരുടെ കൂടാരങ്ങളിൽ അവർ പിറുപിറുക്കുകയും കർത്താവിൻ്റെ വചനം കേൾക്കാതിരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുകയും ചെയ്തു. നോക്കിയേ, കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആലോചന, ദൈവം നൽകുന്നതായ നടത്തിപ്പുകൾ, അത് അറിഞ്ഞിട്ടും അത് മനസ്സിലാക്കിയിട്ടും അതിനോട് മറുത്തു നിൽക്കുന്ന, അത് അനുസരിക്കാതിരിക്കുന്ന, അതിനോട് മത്സരിക്കുന്ന ഒരു ജനതയെ ചൂണ്ടിക്കാണിക്കുകയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കിനി വരാം
അതിൻ്റെ 106 സങ്കീർത്തനം അതിൻ്റെ 43 വാക്യത്തിലേക്ക് വരാം. ഞാൻ എല്ലാം എടുത്ത് വായിക്കുവാനും എലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വളരെയധികം വിശദീകരിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുക. ഒരൊറ്റ സന്ദേശമാണ് ഇന്നത്തെ മെസ്സേജിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 43 വാക്യം. പ്രൈസ് ദി ലോർഡ്. 43 വാക്യം വ്യക്തമായിട്ട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, പലപ്പോഴും അവൻ അവരെ വിടുവിച്ചു. ഈ പലപ്പോഴും എന്ന് പറയുന്നത് അവൻ 1, 2, 3, 4 തവണയൊന്നും അല്ല. സ്തോത്രം, ഹല്ലേലൂയ. ജഡ്ജസിൻ്റെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ ഈ ന്യായാധിപന്മാർ എത്ര പേർ ഇസ്രായേലിൽ വാണിട്ടുണ്ടോ അത്രയും കാലം, അത്രയും തവണ, സ്തോത്രം, വേണമെങ്കിൽ അതിൻ്റെ ഇരട്ടി തവണ ഈ ഇസ്രായേൽ ജനം ദൈവത്തോട് മറുതലിച്ചതിൻ്റെ റെക്കോർഡ്, പ്രൂഫ് നമുക്ക് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ മാത്രമാണോ? അല്ല. മോശയുടെ കാലഘട്ടം മുതൽ താഴേക്ക് നമ്മൾ നോക്കിയാൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ മുഴുവനും ആരെല്ലാം പ്രവാചകന്മാരായി എഴുന്നേറ്റിട്ടുണ്ടോ അവരുടെ ശബ്ദത്തിനൊക്കെയും യെശയ്യാ പ്രവാചകൻ, യെരമ്യാ പ്രവാചകൻ, എസ്കേൽ പ്രവാചകൻ, ആമോസ്, ഹോശേയ, ഏത് പ്രവാചകന്മാരുടെ പുസ്തകം നമ്മൾ എടുത്തു നോക്കിയാലും അവരുടെ പ്രവചന ശബ്ദങ്ങൾക്ക് മറുതലിക്കുന്ന ഒരു ജനതയായി ഇസ്രായേൽ ജനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, 43 വാക്യത്തിൽ പറയുക, പലപ്പോഴും അവൻ അവരെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ 100 തവണ മറുതലിച്ച, 100 തവണ തെറ്റിപ്പോയ ഇസ്രായേൽ ജനത്തെ ആ 100 തവണയും കർത്താവ് എന്ത് ചെയ്തു? വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവര് എത്ര തവണയും തെറ്റിപ്പോയോ അത്രയും തവണ കരഞ്ഞപ്പോൾ, നിലവിളിച്ചപ്പോൾ കർത്താവ് അവരെ വിടുവിപ്പാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. താഴേക്ക് വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാ, എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു. നോക്കിയേ, ഇപ്പം കർത്താവിൻ്റെ ആലോചനയുണ്ട്, സ്തോത്രം, മനുഷ്യൻ്റെ ആലോചനയുണ്ട്. കർത്താവിൻ്റെ ആലോചന നിൽക്കുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ, അത് ലഭ്യമായ സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ ദൈവിക ആലോചന, കർത്താവിൻ്റെ ആലോചനയെ കേൾക്കാതെ, അനുസരിക്കാതെ, അതിനെ മറുത്തിട്ട് മനുഷ്യൻ്റെ ആലോചനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, മനുഷ്യൻ്റെ ആലോചനയ്ക്ക് മുൻതൂക്കം കൊടുക്കുക, അത് ചെയ്യാൻ മനസ്സ് കാണിക്കുക. നോക്കിയേ, ഹല്ലേലൂയ. ആ ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു തെറ്റാ, ഒരു കുറ്റം. ഹല്ലേലൂയ, അവർ മാനുഷിക ആലോചന, തങ്ങളുടെ ആലോചന, ഈ ആലോചന എപ്പോഴും ദൈവിക ആലോചനയ്ക്ക് മറുത്ത് നിൽക്കുന്ന, മത്സരിക്കുന്ന ആലോചനയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ മുൻപിലുള്ളപ്പോൾ, നമുക്ക് ലഭ്യമായിരിക്കുമ്പോൾ, നാം ആ ആലോചനയ്ക്ക് ചെവി കൊടുക്കാതെ, അത് കേൾക്കാതെ, അതനുസരിക്കാതെ മനുഷ്യൻ്റെ ആലോചന, ഞാൻ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും തോന്നലുകൾക്കനുസരിച്ച്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, നമുക്ക് നല്ലതെന്ന് നാം ചിന്തിക്കുന്ന നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ദൈവിക ആലോചനയ്ക്ക് മറുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവിക ആലോചനയ്ക്കെതിരെ മത്സരിക്കുന്ന മത്സരമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയം വന്നാലും, ചെറുതായിക്കൊള്ളട്ടെ, വലുതായിക്കൊള്ളട്ടെ, ഇടത്തരമായിക്കൊള്ളട്ടെ, എന്ത് വിഷയമാണെങ്കിലും ആ വിഷയങ്ങൾക്കെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ ആലോചന ചോദിക്കുന്നവരായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പോലും, ഇപ്പം 10 രൂപയുടെ ഒരു സാധനം വാങ്ങിക്കാൻ 10 രൂപ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല, ആരോടും പറയേണ്ട കാര്യമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ആ 10 രൂപയുടെ സാധനം നാം വാങ്ങിക്കുമ്പോഴും ആ വാങ്ങിക്കുന്ന വിഷയം ദൈവത്തിന് ഹിതമാണോ എന്ന്, സ്തോത്രം, നാം ചിന്തിക്കുന്നവരായി തീരണം. നമ്മുടെ അതോറിറ്റിയിൽ, നമ്മുടെ കഴിവിൽ, നമ്മുടേതായ നിയന്ത്രണത്തിൽ, നമ്മുടെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിൽക്കുന്ന പല കാര്യങ്ങളും നാം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ വീട്ടുകാരോട് പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല? ആലോചന കഴിക്കാറില്ല. സ്തോത്രം,
സ്വന്തമായി തോന്നുന്നത് പോലെ നമ്മൾ ചിലപ്പോൾ തീരുമാനമെടുക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം വരികയോ എന്തെങ്കിലും പ്രശ്നം വരികയോ എല്ലാം കുളമാകുകയോ അമേൻ, അല്ലെങ്കിൽ ആ പൈസ പോകുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അമേൻ, മറ്റുള്ളവരോട് പറയുന്നത്, അയ്യോ ഒരു അബദ്ധം പറ്റി. Praise the Lord. Hallelujah. അമേൻ. ദൈവസന്നിധിയിൽ നമ്മൾ ആലോചന ചോദിച്ചിട്ട് അമേൻ 10 രൂപയുടെ സാധനമാണെങ്കിലും വാങ്ങുവാൻ നാം തീരുമാനമെടുത്താൽ അതൊരിക്കലും നഷ്ടമാകയില്ല. അമേൻ. അത് ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കും. Praise the Lord. Hallelujah. അമേൻ. ഇവിടെ താഴേക്ക് വായിക്കുമ്പോൾ തങ്ങളുടെ അകൃത്യം നിമിത്തം, ആ 43-ാമത്തെ വാക്യത്തിൽ പറയുക, തങ്ങളുടെ അകൃത്യം നിമിത്തം അധോഗതി പ്രാപിച്ചു. അപ്പം ദൈവ ആലോചന ഇല്ലാതെ, സ്തോത്രം, ഹല്ലേലൂയ, തങ്ങളുടെ ആലോചന പ്രകാരം, തങ്ങളുടെ തോന്നലുകൾക്കും ചിന്തകളും പ്രകാരം അമേൻ മനുഷ്യർ, നമ്മൾ ഓരോരുത്തരും അമേൻ ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ അകൃത്യമായി മാറുകയും അത് നമ്മെ അധോഗതിയിലേക്ക്, നഷ്ടങ്ങളിലേക്ക്, വിഷമതകളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഉറക്കം വരുന്നവർ വേണമെങ്കിൽ ഒന്നിച്ചിരി നമ്മൾ എഴുന്നേറ്റ് നിന്നോ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇവിടെ നാം വായിക്കുന്നത്, ആമേൻ, നമുക്ക് മറ്റൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം, ബുക്ക് ഓഫ് ഐസയ, ചാപ്റ്റർ 30 വേഴ്സസ് 1 and 2. ആ ആ ആ ആ ആ ആ പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ വാക്യം കൂടെ വായിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ആ വേദഭാഗത്ത് കാണുവാനായിട്ടിടയായിത്തീരുന്നത്, പ്രൈസ് ദി ലോർഡ്, ഒരു കൂട്ടം ആളുകൾ മിസ്രയീമിലേക്ക് പോകുകയും ഫറവോന്റെ നിഴലിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുവാൻ തീരുമാനമെടുക്കുകയും അമേൻ ആലോചന കഴിക്കുന്നതിനെയും കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്തോത്രം. ദൈവത്തോട് ആലോചന കഴിക്കാതെ അവർ തമ്മിൽ ആലോചന കഴിക്കുകയാ. അമേൻ. അവർ ഹല്ലേലൂയ തമ്മിൽ ആലോചിക്കുകയാ. അമേൻ. നല്ലതാണ്, ഇതാണ് നല്ലത്, അമേൻ, ഇങ്ങനെ പോയാലേ രക്ഷയുള്ളൂ, അല്ല എങ്കിൽ നമ്മളെല്ലാം അധോഗതി പ്രാപിക്കും, നമ്മൾ മുടിഞ്ഞു പോകും, നമ്മൾ ഇവിടെ നിന്നാൽ ചിലപ്പോൾ മരണപ്പെട്ടു പോകും, അപഹരിക്കപ്പെട്ടു പോകും എന്നെല്ലാം അവർ ചിന്തിക്കുകയും അമേൻ അവർ ഒരു ആലോചന കഴിക്കുകയും ആ ആലോചനയുടെ അനന്തര ഫലമായി, സ്തോത്രം, അവരൊരു തീരുമാനമെടുക്കുകയും ചെയ്യുകയാ. എന്താണ് ആ തീരുമാനം? ഫറവോന്റെ സംരക്ഷണയ്ക്ക് വേണ്ടി അവർ മിസ്രയീമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിന് വേണ്ടി മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, പാപത്തോട് പാപം കൂട്ടുവാൻ എന്നെ കൂടാതെ ആലോചന കഴിക്കുക, എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുക. സ്തോത്രം. 2 കാര്യങ്ങളാ, ആലോചന കഴിക്കുകയും സഖ്യത ചെയ്യുകയും. സ്തോത്രം. ആലോചന കഴിക്കുകയും സഖ്യത ചെയ്യുകയും. സ്തോത്രം. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അമേൻ. നമ്മൾ ആരോടാണ് ആലോചന കഴിക്കുന്നത് അവരുമായി, സ്തോത്രം, ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സഖ്യത പ്രാപിക്കുകയാണ്, അവരുമായി എഗ്രിമെന്റിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പൈശാചിക ശക്തിയാൽ മോട്ടിവേറ്റഡ് ആയിട്ട് ലീഡ് ചെയ്യപ്പെടുന്ന, നടത്തപ്പെടുന്ന, നയിക്കപ്പെടുന്ന വ്യക്തികൾ, സ്തോത്രം, അവിശ്വാസികളായിട്ടുള്ള വ്യക്തികൾ, അവരുമായി നമ്മൾ പല കാര്യങ്ങളിലും ആലോചന കഴിച്ച്, ഞാൻ പറയുന്നതിൻ്റെ സാരം മനസ്സിലാകുന്നുണ്ടോ? അവരുമായി നാം ആലോചന കഴിച്ച്, സ്തോത്രം, ആ ഒരു വിഷയത്തിൽ നാം തീരുമാനമെടുത്ത് അത് ചെയ്യുവാനായിട്ട് നാം മുന്നിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ നമ്മൾ അവരുമായി എന്ത് ചെയ്യുകയാ? എഗ്രിമെന്റ് ചെയ്യുകയാ, സഖ്യത ചെയ്യുകയാ. ഇൻഡയറക്ട്ലി ആരുമായി സഖ്യത ചെയ്യുകയാ? പൈശാചിക മണ്ഡലവുമായി. സ്തോത്രം. വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അമേൻ, അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു വിവാഹത്തിന് വേണ്ടി ആലോചിക്കുമ്പോൾ അവിശ്വാസികളുമായിട്ട് ആമേൻ ഒരിക്കലും വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീരരുത്. ആമേൻ. ഇങ്ങനെ സ്തോത്രം നാം മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ മാനുഷികമായ ബന്ധങ്ങളെ പണിയുമ്പോൾ ആമേൻ സ്തോത്രം നമ്മുടേതായിട്ടുള്ള ആമേൻ നിലവാരത്തിൽ നാം ചിന്തിക്കുകയല്ല, മാനുഷികമായ നിലവാരത്തിൽ ചിന്തിക്കുകയല്ല, മാനുഷിക നേട്ടങ്ങളും ലാഭങ്ങളും നോക്കുകയല്ല നാം ചെയ്യേണ്ടത്. മറിച്ച് അതിനകത്ത് ദൈവത്തിന് പ്രസാദമുണ്ടോ, ദൈവത്തിൻ്റെ ഹിതമുണ്ടോ? ആമേൻ. നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണോ? അല്ല, നമ്മുടെ തോന്നലുകൾക്ക് നമ്മുടെ ശരികൾക്ക് നമുക്ക് തോന്നുന്ന, നാം ചിന്തിക്കുന്ന, നല്ലതെന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് നാം ചുവടുകളെ എടുത്തു വയ്ക്കുന്നവരാണോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ തിരുവചനം പറയുകയാണ്, നമ്മൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ആമേൻ അവരുമായി ആലോചന കഴിച്ച് അവരുമായി സഖ്യത ചെയ്യുന്നവരായി മാറുകയാണ്. ആമേൻ. അതൊരിക്കലും അനുഗ്രഹത്തിലേക്കല്ല, ആമേൻ, അത് നാശത്തിലേക്ക്, ആമേൻ, അത് ലജ്ജയ്ക്ക്, അത് നാണമായി മാറുക. ആമേൻ. എന്നാ മൂന്നാമത്തെ വാക്യം പറയുന്നത്. രണ്ടാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ, അവർക്ക് അയ്യോ കഷ്ടം. സ്തോത്രം. ഹല്ലേലൂയ. നാം അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് ആമേൻ മറ്റുള്ളവർ നമ്മെ നോക്കി പറയും, അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല വിശ്വാസിയായിരുന്നു, പക്ഷേ അവൻ എന്ത് ചെയ്യാൻ, അയ്യോ കഷ്ടം. ഹല്ലേലൂയ. നമ്മെ നോക്കി ആമേൻ ആരും അങ്ങനെ പറയാനായിട്ട് ഇടവരരുത്. നമ്മൾ ഇന്ന് പലരെയും നോക്കിക്കൊണ്ട് പറയുന്നില്ലേ, ആമേൻ നല്ലൊരു വിശ്വാസിയായിരുന്നു, നല്ല ദൈവ പൈതലായിരുന്നു, ആത്മാവിൽ ആരാധിച്ചവരായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, അയ്യോ കഷ്ടം. സ്തോത്രം. പലരും ഉദാഹരണമായി നമ്മുടെ മുൻപിൽ തന്നെ നിൽക്കുകയാ. ആമേൻ. ഹല്ലേലൂയ. നാം ചെയ്യേണ്ട ഒരു കാര്യം, ആമേൻ, നമ്മുടെ ചെറുതും വലുതുമായ സകല വിഷയങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം നാം ആ കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. മിസ്രൈമിലേക്ക് പോകുന്നതാണോ അവർ ചെയ്ത തെറ്റ്? 30-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന, ആമേൻ, 2-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആമേൻ ആ കാര്യം, അവർ മിസ്രൈമിലേക്ക് പോയതാണോ തെറ്റ്? സ്തോത്രം. അല്ല, മിസ്രൈമിലേക്ക് പോയതല്ല തെറ്റ്. നമ്മുടെ കർത്താവിനെ ജനിച്ച സമയത്ത് തന്നെ കൊല്ലാൻ സ്തോത്രം ഹേരോദാവ് പ്ലാൻ ചെയ്ത സമയത്ത്, ആമേൻ, ആ നിരൂപിച്ച സമയത്ത് കർത്താവ് യോസഫിനോട് പറയുന്നത് ഇങ്ങനെയാ, നീ ശിശുവിനെയും കൂട്ടി എങ്ങോട്ട് പോകാനാ? മിസ്രൈമിലേക്ക് പോ. ഞാൻ പറയുന്ന സമയം വരെയും, ഹേരോദാവ് മരിക്കുന്ന സമയം വരെയും നീ അവിടെ ഇരിക്കുക, നീ അവിടെ തന്നെ പാർക്ക്. അവൻ എന്നിട്ട് ഒരു വാക്യം അവിടെ ചേർത്ത് പറയുന്നുണ്ട്, ഒരു പ്രവാചക ശബ്ദം അവിടെ ചേർത്ത് ഇങ്ങനെയാ പറയുന്നത്. 15-ാമത്തെ വാക്യം, മത്തായി 2:15 വാക്യത്തിൽ അവൻ ഇവിടെ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ഹേരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു, മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി. നോക്കിയേ, മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് അവൻ പ്രവചനാത്മാവിൽ പ്രവാചകന്മാർ യേശുവിൻ്റെ ജനനത്തിന് ദീർഘവർഷങ്ങൾക്ക് മുൻപ് എഴുതി വെക്കുവാനിടയായി തീർന്നുവെങ്കിൽ അമേൻ മിസ്രൈമിലേക്ക് പോകുന്നതല്ല അമേൻ അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന തെറ്റ്, മറിച്ച് ദൈവാലോചനയില്ലാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവമില്ലാതെ മിസ്രൈമിലേക്ക് പോകുന്നതാ തെറ്റ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, സ്തോത്രം, കർത്താവിനെ നമ്മിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു പ്രവൃത്തിയും അവൻ ഒരു ക്രിയകളും അവൻ ഒരു ചിന്തയും ഒരു വഴിയും ഒരു നടപ്പും നമ്മുടെ ജീവിതത്തിലില്ല. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദൈവ ആലോചന പ്രകാരം നാം മിസ്രൈമിലേക്ക് പോയാൽ അവിടെ ദൈവം നമ്മോട് കൂടെയിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പല കാര്യങ്ങളും മനുഷ്യരെന്നുള്ള നിലയിൽ, ഒരു സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ നാം ഏർപ്പെടേണ്ടതായിട്ട് വരും. അമേൻ. എന്നാൽ ദൈവ ആലോചന പ്രകാരം ലോകത്തിൻ്റെ പല കാര്യങ്ങളിലും നാം അമേൻ ഏർപ്പെടുമ്പോൾ അവിടെ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അവിടുത്തെ ദോഷങ്ങളൊന്നും നമ്മെ തൊടുകയില്ല. അവിടുത്തെ പോരാട്ടങ്ങളൊന്നും നമ്മുടെ പുറകെ വരികയില്ല. അമേൻ. നമ്മെ പിൻഗമിക്കുന്ന ഒരു ശക്തിയും അവിടെ നിന്ന് അമേൻ നമ്മുടെ പുറകെ വരികയില്ല. അമേൻ. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, കർത്താവ് പറയുകയാണ്, അമേൻ, ഹല്ലേലൂയ, ഞാൻ നിന്നെ അയച്ചാൽ നീ പൊക്കോ,
ഞാൻ നിനക്ക് അമേൻ ഒരു യെസ് മൂളിയാൽ അമേൻ നീ അത് ചെയ്തോ. ഈ ലോകക്കാരോടുള്ള, ജാതികളോടുള്ള അമേൻ ഒരു ബിസിനസ് നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്നില്ല. ഒരു പാർട്ട്ണർഷിപ്പിലും നാം ഏർപ്പെടരുതെന്ന് ചെയ്യരുതെന്ന് പറയുന്നില്ല. അമേൻ ഹല്ലേലൂയ. എന്നാൽ അമേൻ ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ എടുക്കുമ്പോൾ, അമേൻ ഒരു വിഷയത്തിൽ നാം ഒരു അമേൻ എന്ത് വരണ്ടേ, ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, ഒരു ബിസിനസ്സിനായിക്കൊള്ളട്ടെ, അമേൻ ഒരു സംരംഭം ആരംഭിക്കുന്നതിനായിക്കൊള്ളട്ടെ, ഏത് വിഷയത്തിലാണെങ്കിലും ദൈവം പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞാൽ നീ അത് ചെയ്തോ, അവനുമായി കൂട്ടുകെട്ടുണ്ടാക്കിക്കോ, അവനുമായി കൂടി നീ അത് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേൻ നോ പ്രോബ്ലം, ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. അമേൻ ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് പറയുന്നത് പോലെ അമേൻ ആ മിസ്രയീമിലെ നന്മകളുമായി നമ്മൾ പുറപ്പെട്ടു വരും. സ്തോത്രം. ഇസ്രായേൽ ജനം അമേൻ മിസ്രയീമിലേക്ക് പോയി. അമേൻ അവരെ കർത്താവ് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ അനേകം നന്മകളുമായി, അനേകം സമ്പത്തുമായി അവരവിടെ നിന്ന് പുറപ്പെട്ടു വന്നുവെങ്കിൽ, ധനികരായി അവർ പുറപ്പെട്ടു വന്നുവെങ്കിൽ, അമേൻ കൊള്ളയടിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടു വന്നുവെങ്കിൽ, അമേൻ കർത്താവിൻ്റെ വാക്ക് കേട്ട് അമേൻ നാം ഈ ലോകത്തിലെ പല കാര്യങ്ങളും, അമേൻ ബിസിനസ് എങ്കിൽ ബിസിനസ്, മറ്റു പല കാര്യങ്ങളിലും നാം ഏർപ്പെട്ടാൽ, ദൈവത്തിൻ്റെ ആലോചനയുമായി നാം ഇറങ്ങിയാൽ നിശ്ചയമായും നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ നന്മ അനുഭവിക്കേണ്ടതിന് വേണ്ടി തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദരിദ്രരായി, എന്നും കഷ്ടതയും പരിവട്ടമായി ഇരിക്കേണ്ടതിന് വേണ്ടിയല്ല. ആമേൻ. അബ്രഹാമിനെ നോക്കിയാൽ ധനികനായിരുന്നു, ഇയ്യോബിനെ നോക്കിയാൽ ഇയ്യോബ് ധനികനായിരുന്നു, ഇസഹാക്കും യാക്കോബും, അങ്ങനെ ഭക്തന്മാരെ ഓരോരുത്തരെയും നാം നോക്കിയാൽ അവരെല്ലാം ധനാഢ്യരായിരുന്നു. അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ആമേൻ ധനാഢ്യരായി തീരുവാൻ, സ്തോത്രം, ആത്മിക കാര്യങ്ങളിലും അതുപോലെ തന്നെ ഭൗതിക കാര്യങ്ങളിലും അമേൻ നന്മ അനുഭവിക്കുവാനായിട്ട് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. അമേൻ. ഈ ലോകത്തിലേക്ക് പല വിഷയങ്ങളിലും നാം ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന നാം പ്രാപിച്ചുകൊണ്ട് ഇറങ്ങുവാനായിട്ടിടയായി തീരണം. ഹല്ലേലൂയ. അമേൻ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അമേൻ. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൻ്റെ 43 വാക്യം ഇങ്ങനെ പറയുകയാ: അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു, തങ്ങളുടെ അകൃത്യ നിമിത്തം അധോഗതി പ്രാപിച്ചു. ഹല്ലേലൂയ. അമേൻ. സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആലോചന, മാനുഷികമായിട്ടുള്ള ആലോചന, അമേൻ, അതിൻ പ്രകാരം നാം മുന്നിലേക്ക് പോയാൽ, തീരുമാനമെടുത്താൽ, അമേൻ, നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30 അധ്യായത്തിൽ കണ്ടതുപോലെ അമേൻ മനുഷ്യരോട് ആലോചന കഴിക്കുകയും അമേൻ തൻ്റെ കർത്താവിൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ചെയ്താൽ അമേൻ കഷ്ടമായി മാറും. അയ്യോ, കഷ്ടമായി മാറും. അമേൻ വേദനയായി മാറും, നഷ്ടമായി മാറും. പ്രതികൂലങ്ങൾ അമേൻ മാറിയിട്ട് നേരം കാണത്തില്ല. എന്നാൽ അമേൻ ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ചുകൊണ്ട് നാം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്താൽ, ഏതൊരു വിഷയത്തിൽ നാം ഇറങ്ങിത്തിരിച്ചാൽ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുകയും അമേൻ അത് നന്മയായി, അനുഗ്രഹമായി, അമേൻ ഹല്ലേലൂയ വിടുതലായി മാറുവാനായിട്ടിടയായി തീരും. എല്ലാവരും ദൈവസന്നിധിയിൽ അമേൻ കണ്ണുകൾ അടച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി. അമേൻ ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടു പോന്നു. അമേൻ ഹല്ലേലൂയ. അമേൻ. കർത്താവ് തൻ്റെ മകനെ വിളിച്ചു വരുത്തി, ഇസ്രായേലിനെ വിളിച്ചു വരുത്തി. ഇസ്രായേൽ ജനം പുറപ്പെട്ടു പോന്നപ്പോൾ അമേൻ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം അവർ പുറപ്പെട്ടു പോന്നപ്പോൾ ഹല്ലേലൂയ നന്മയുമായി, അനുഗ്രഹവുമായി, അമേൻ സമ്പത്തുമായി അവർ പുറപ്പെട്ടു വരുവാനായിട്ടിടയായി തീർന്നു. അമേൻ നഷ്ടമായി തീരത്തില്ല. അമേൻ കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ ശബ്ദം അമേൻ കേട്ട് ഹല്ലേലൂയ ദൈവം പറയുന്ന സ്ഥലത്തേക്ക് നാം പുറപ്പെട്ടു പോകുകയും പുറപ്പെട്ടു വരികയും നാം നമ്മുടെ സഞ്ചാരത്തിൻ്റെ പാതകളെ നിർണയിക്കുകയും ചെയ്യുകയാണെങ്കിൽ അമേൻ ഹല്ലേലൂയ അനേകർക്ക് നാശകരമായി തീർന്ന പാതയാണെങ്കിൽ പോലും, അനേകർ മുടിഞ്ഞുപോയ പാതയാണെങ്കിൽ പോലും, അനേകർ ഹല്ലേലൂയ കഷ്ടതയിൽ അകപ്പെട്ട അമേൻ നിരാശയ അമേൻ മൂടിയ പാതയാണെങ്കിൽ പോലും അത് നമുക്ക് അനുഗ്രഹമായി തീരും. അത് ദൈവജനത്തിന് അനുഗ്രഹമായി തീരും. ദൈവ ആലോചന പ്രകാരം സഞ്ചരിക്കുന്ന അമേൻ അത് കേട്ടനുസരിക്കുന്ന, അതിനോട് മത്സരിക്കാതെ അമേൻ കർത്താവിനോട് കൂടെ നിൽക്കുന്ന ദൈവജനത്തിന് ആ പാതകൾ അനുഗ്രഹത്തിൻ്റെ പാതകളായി മാറുവാനിടയായി തീരും.